പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ഓഫീസിൻ്റെ സമീപത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫുൾജാർ സോഡ എന്നുള്ള പേരിലൊരു കട തുടങ്ങി. അപ്പോൾ അത് കാസർകോട്ടുകാരായ 5-6 പിള്ളേർ കൂടിയാണ് അത് തുടങ്ങിയത്. പിന്നെ അവരിൽപ്പെട്ട വേറൊരാള് അതിനപ്പുറത്ത്, ഇവരിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് അതിനപ്പുറത്ത് ദുൽഫക്കാർ സോഡ എന്നോ മറ്റു പേരിൽ ഒരു കട തുടങ്ങി. അവിടെ നല്ല കച്ചവടം കിട്ടി. അതുപോലെ പിന്നെ കാസർകോട്ടുകാരെ തന്നെയായ കുറച്ച് കുട്ടികൾ വന്ന് ഒരുമിച്ച് കുലുക്കി സർബത്ത്, കുലുക്കി എന്നും പറഞ്ഞൊരു കട തുടങ്ങി, കുലുക്കി. അപ്പൊ അവരിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയിട്ട് അതിന്റെ അപ്പുറത്ത് കിലുക്കി എന്നും പറഞ്ഞ് വേറൊരു കട തുടങ്ങി. അവിടെ നല്ല കച്ചവടം, പൊടി പൊടിച്ച കച്ചവടം. അപ്പൊ അതിൽ നിന്ന് വേറൊരു പയ്യൻ പോയിട്ട് കിലുക്കി എന്നും പറഞ്ഞ് വേറൊരു കട തുടങ്ങി. അവിടെ നല്ല കച്ചവടം. പിന്നെ ഒരാൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. എന്നിട്ട് അവൻ അപ്പുറത്ത് പോയിട്ട് കിലുങ്ങി എന്നും പറഞ്ഞ് ഒരു കട. പിന്നെ ഇപ്പൊ ഒരുത്തൻ പോകാൻ നിപ്പുണ്ട്. അവൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കടയുടെ പേര് കുലുങ്ങി എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആരുടെയും കച്ചവടം മോശമല്ല, എല്ലാവർക്കും നല്ല കച്ചവടമാണ്. അപ്പൊ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ വ്യവഹാരങ്ങളും, എല്ലാ വ്യാപാരങ്ങളും, എല്ലാ മൂവ്മെന്റുകളും ഒരു വ്യാപാരമാണ്, കച്ചവടമാണ്. ഖുൽ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു വ്യാപാരം നിങ്ങളെ നാം അറിയിച്ചു തരട്ടെയോ എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ധാർമ്മികത ഉല്ലംഘിക്കാതെ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മളൊരു വ്യാപാരമായി, ഒരു കച്ചവടമായി കണ്ടാൽ നമുക്ക് എവിടെ ശോഭിക്കാൻ പറ്റും, നമുക്ക് ഏത് ഫീൽഡിലേക്കും ധൈര്യമായിട്ട് കടന്നു ചെല്ലാം. എൻ്റെ വിഷയം അതല്ല. നമ്മുടെ മതം വ്യാപാരവൽക്കരിക്കുന്നു, വാണിജ്യവൽക്കരിക്കുന്നു, മതം വിപണനം ചെയ്യുന്നു, കച്ചവടവൽക്കരിക്കുന്നു എന്നുള്ളതൊക്കെയാണല്ലോ ഒരു കുറ്റമായിട്ട് എല്ലാവരും പറയണം. യഥാർത്ഥത്തിൽ മതം മാത്രമല്ല, ഈ ലോകത്ത് എന്തും ചെയ്തു വരുമ്പോൾ അതൊരു കച്ചവടമായിട്ട് മാറും, അതൊരു തിജാറത്തായിട്ട് മാറും. അതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ആവശ്യമായ, ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂല്യങ്ങളെല്ലാം മാനിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ആളുകൾക്ക് ഗുണപ്പെടുന്ന രീതിയിൽ ആർക്കും ഉപദ്രവം ഉണ്ടാവാതെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ മതങ്ങൾ ഇങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരും പറയും അന്നഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുൽ. ഇതാണ് എന്റെ മാർഗം, ചൊവ്വായ മാർഗം, ഇതിനെ നിങ്ങൾ പിൻപറ്റുക, ഇതിനെ മാത്രം പിൻപറ്റുക, പല വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. അപ്പൊ ഏതാണ് ആ ചൊവ്വായ ഒരേ ഒരു മാർഗം? അത് ഞങ്ങളുടെ സംഘടന, അത് ഞങ്ങളുടെ മദ്ഹബ്, ഞങ്ങളുടെ മൻഹജ്, ഞങ്ങളുടെ വിചാരധാര, ഞങ്ങളുടെ സരണി, ഞങ്ങളുടെ വിശ്വാസശാസ്ത്രം എന്നാണ് ഓരോരുത്തരും അവകാശപ്പെടുന്നത്. ഇങ്ങനെ അവകാശപ്പെടുന്നതൊക്കെ നല്ലതാണ്. കാരണം ഓരോരുത്തരും ഓരോ വിശ്വാസം, ഓരോ കർമ്മസരണി കൊണ്ടു നടക്കുമ്പോൾ തൻ്റേത് ഏതളവോളം ശരിയാണോ അതേപോലെ തന്നെ ശരിയാണ് മറ്റതും എന്ന് വിചാരിച്ചാണ് ഇയാൾ ഇരിക്കുന്നതെങ്കിൽ ഇത് ചൊവ്വാവൂല. അങ്ങനെ അവര് വിചാരിച്ചാൽ അതും ചൊവ്വാവൂല. അപ്പൊ ഓരോന്നും അതിൻ്റെ ശക്തിയോടും വീര്യത്തോടും കൂടി നിലനിൽക്കുകയും അതിജീവിക്കുകയും ചെയ്യണമെങ്കിൽ ഇത് മാത്രമേ ശരിയുള്ളൂ എന്ന് ഇവര് വിശ്വസിക്കണം. അങ്ങനെ മറ്റോരും വിശ്വസിക്കണം. മൂന്നാമത്തെ കൂട്ടരും അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതിന്റെ പേരിൽ തമ്മിത്തല്ലും കലാപവും കലഹവും ഒന്നും ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ശാഖകളും ഉപശാഖകളുമായിട്ട് എല്ലാ മതങ്ങളും അവാന്തര വിഭാഗങ്ങൾ പിന്നെയും അങ്ങനെ അമീബ കണക്കെ പെറ്റുപെരുകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് മനുഷ്യോൽപത്തി മുതൽ തന്നെ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അതിന് ഒരവസാനം ഉണ്ടാവുകയില്ല. ഇവിടെ ദിനം പ്രതി ഒരുപാട് ത്വരീഖത്തുകൾ ഉണ്ടാവുന്നു, സംഘടനകൾ ഉണ്ടാവുന്നു, അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാവുന്നു, ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു. അതിലൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ അജ്നാസ് സുഹറ, അജ്നാസുൽ കുബറ എന്ന് പറയുന്ന 2 കിതാബുകളുണ്ട്. അപ്പൊ ഈ അജ്നാസ് സുഹറയിൽ പറയുന്നത് വ്യാകരണം പഠിപ്പിക്കുന്ന, അതായത് പദവിന്യാസം, മോർഫോളജി പഠിപ്പിക്കുന്ന കിതാബുകളാണ് അജ്നാസുൽ സുഹറ, അജ്നാസ് സുഹറയും അജ്നാസുൽ കുബറയും. അപ്പൊ അജ്നാസ് സുഹറയിൽ പറയുന്നത് സുലാസി മസീദ് ഫീഹി 14 ബാബാണെന്നാണ്. അതൊരാൾ ഒരു വിധമൊക്കെ പഠിച്ച് അഫഅല ബാബ്, ഫഅല ബാബ്, ഫഅല ബാബ്, തഫഅല ബാബ്, തഫഅല ബാബ്, അങ്ങനെ 14 ബാബുകളൊക്കെ കാണാതെ പഠിച്ച്
പിന്നെ അജ്നാസ് സുഹറയിലേക്ക് എത്തുമ്പോ, അല്ല അജ്നാസുൽ കുബറയിലേക്ക് എത്തുമ്പോ, അജ്നാസ് സുഹറ കഴിഞ്ഞ് അജ്നാസുൽ കുബ്രായിലേക്ക് എത്തുമ്പോൾ അവിടെ പിന്നെ പ്രതിപാദന രീതി വേറെ ഒന്നാണ്. അവിടെ പറയുന്ന വേറെ ചില കാര്യങ്ങളാണ്. സുലാസി മസീദ് ഫി 12 ബാബാണെന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് തഫഅല ബാബും പറയുമ്പോൾ ഈ തഫഅല ബാബിൽ നിന്നും വേറെ 2 ബാബുകൾ പിരിഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് പറയും. അതായത് തഫഅല ബാബിൽ നിന്ന് ഇഫഅല ബാബും, തഫഅല ബാബിൽ നിന്ന് ഇഫാല ബാബും, ഇസമ്മല ബാബും ഇഫാഖല ബാബും പിരിഞ്ഞുണ്ടായിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഫറഈയായിട്ടുള്ള ബാബുകൾ അവിടെ തന്നെ തുടങ്ങുവാണ്. ഈ പ്രൈമറി ആയിട്ടുള്ള കിതാബുകളാണ്. അപ്പൊ പിരിഞ്ഞുണ്ടാവല്, പിളരല്, ശാഖയായിട്ടുണ്ടാവല് തഫറഅ മിൻ ഹാദൈനിൽ ബാബൈനി എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. ഈ 2 ബാബുകളിൽ നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്നു. അപ്പൊ അങ്ങനെ കാന്തപുരം സുന്നിയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഒരു സുന്നി വിഭാഗമാണ് ഈ കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് പറയുന്നത്. അതിനെന്താ കുഴപ്പം? അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് തഫറഅ മിൻ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും പിരിഞ്ഞുണ്ടായ ഒരു ഗ്രൂപ്പാണ് ഏത്? CH മുസ്തഫ മൗലവിയുടെ ഗ്രൂപ്പ്. പക്ഷേ തങ്ങളിൽ നിന്നും ഫറഈയായിട്ടുണ്ടായ ഒരു ബാബാണ്, ഒരു വിഭാഗമാണ്, ഒരു ഗ്രൂപ്പാണ് CH മുസ്തഫ മൗലവിയുടേത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് സമ്മതിക്കൂല. കാന്തപുരം സുന്നിയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഒരു ഫറഈയായ ബാബാണ് കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് ആര് സമ്മതിക്കൂല? കാന്തപുരം സുന്നികളും സമ്മതിക്കൂല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഈ തഫഅല ബാബിന്, ഈ ഇഫഅല ബാബിനെ, ഇസമ്മല ബാബിനെ നോക്കിയിട്ട് ഒരു പക്ഷെ തഫഅല ബാബ് അങ്ങനെ പറയണ്ടാവും, നീ എന്നിൽ നിന്ന് പിരിഞ്ഞുണ്ടായതൊന്നും അല്ല, അങ്ങനെ എന്നിൽ നിന്ന് ആരും പിരിയാനും പാടില്ല. തസമ്മല എന്ന് തന്നെ പറഞ്ഞാൽ എന്തു പറ്റുമായിരുന്നു? എന്തായിരുന്നു എന്റെ സൂക്കേട്? നീ എന്തിനാ ഇസമ്മലയായിട്ട് പോയത്? അതുപോലെ തസാക്കല ഇസാക്കലേനോട് ചോദിക്കണ്ടാവും, എടാ ഇസാക്കലെ ത്വരീഖത്തെ, നീ എന്നിൽ നിന്ന് പിരിഞ്ഞുണ്ടായതൊന്നും അല്ല, നിനക്ക് തസാക്കലയായിട്ട് നിന്നാ പോരായിരുന്നോ എന്ന് ചോദിക്കണ്ടാവും. അപ്പോ ഒരിക്കലും മാതൃ സംഘടന സമ്മതിക്കൂല തങ്ങളിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ് അത് എന്ന്. അപ്പോ എന്നാൽ പലപ്പോഴും ഈ ഫറഈയായിട്ടുള്ള ബാബുകൾ, ഫറഈയായിട്ടുള്ള സംഘടനകൾ ചിലപ്പോൾ അസ്ലിയായ ബാബിനേക്കാൾ, അസ്ലിയായ സംഘടനയേക്കാൾ വലുതായിട്ട് വളർന്നു എന്നും വരാം. CPIയിൽ നിന്നും പിരിഞ്ഞുണ്ടായ ഫറഈയായ ബാബായ CPM ആണല്ലോ CPIനേക്കാളും വലുതായത്, അല്ലേ? അങ്ങനെ നമുക്ക് പല സംഘടനകളെയും കാണുവാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ കുറച്ച് ആൾക്കാർ കുലുക്കി എന്നും പറഞ്ഞ് കട നടത്തട്ടെ, വേറെ ചില ആൾക്കാർ കലക്കി എന്നും പറഞ്ഞ് കട നടത്തട്ടെ, വേറെ ചില ആൾക്കാർ കിലുക്കി സർബത്ത് വിൽക്കട്ടെ, വേറെ കുറെ ആൾക്കാർ കിലുങ്ങി സർബത്ത് വിൽക്കട്ടെ, ആളുകൾക്കെല്ലാം വെള്ളം കിട്ടണം, സർവത്ര വ്യാപകമാകണം. ഇവിടെ ത്വരീഖത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് സൂറത്തുൽ കഹ്ഫില്, അത് ഇത് ഞാൻ കാര്യമായിട്ട് തമാശയായിട്ട് പറയല്ല, അതായത് ഈ ലോകത്തുള്ള സമുദ്രങ്ങൾ മുഴുവൻ മഷിയായിട്ട് മാറുകയും ഈ ലോകത്തുള്ള മരങ്ങൾ മുഴുവൻ പേനകളായിട്ട് മാറുകയും ആ പേനകൾ മുഴുവൻ ഈ സമുദ്രത്തിൽ മുക്കി, അതായത് മുഴുവൻ സമുദ്രങ്ങളും മഷിയായിട്ട് മാറിയ ഈ മഷിയിൽ മുക്കിയ ആ പേനകൾ കൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതിയാലും ഈ ദൈവത്തിന്റെ വചനങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും പൊരുളുകളും തീരുന്നതിന് മുമ്പ് ഈ മരങ്ങളും ഈ മഷിയും തീർന്നു പോകും എന്നാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം ദീനിനെ, വിശുദ്ധ ഖുർആനെ, ദൈവവചനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഒരൊറ്റ രീതിയിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ, മനസ്സിലാക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാത്ത എല്ലാ ഫഹ്മുകളും മനസ്സിലാക്കലുകളും കുഫറാണ്, റിദ്ദത്താണ് എന്നൊന്നും പറഞ്ഞാൽ അത് പാസ്സാവാൻ പോകുന്നില്ല. ഇപ്പൊ നൗഷാദ് ഹസനി മുർത്തദ്ദാണ്, CH മുസ്തഫ മൗലവി മുർത്തദ്ദാണ്, വടിത്തങ്ങൾ മുർത്തദ്ദാണ്, മുമ്പ് ഷംസിയ തരീഖത്തുകാരെ കാഫിറാക്കിയിട്ടുണ്ട്, നൂരിഷാ തരീഖത്തുകാരെ കാഫിറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാഫിറാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ഈ പരിപ്പൊന്നും ഇനി വേവാൻ പോണില്ല. ഓരോരുത്തരും അവനവന്റെ വഴിക്ക് ദൈവവചനങ്ങളെ മനസ്സിലാക്കട്ടെ. അവർക്ക് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മേത്തേക്ക് കയറാം. നമ്മുടെ മേത്തേക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ സൗകര്യത്തിനും സമാധാനത്തിനും ക്രമസമാധാന വാഴ്ചയ്ക്കും ഭംഗം വരുത്താത്തോടത്തോളം കാലം കുരുവട്ടൂര് തിരീക്കത്തല്ല
എന്ത് കുരുവോട്ടിയ തരീക്കത്തും വടിയല്ല ഇനി 10 തരീക്കത്ത് വന്നാലും ഒരു കുഴപ്പമില്ല, ഒരു കുഴച്ചിലും ഇല്ല, എത്ര വേണമെങ്കിലും പോന്നോട്ടെ.